തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള മൂന്നാം മുന്നണി മാധ്യമങ്ങൾ ഊതിവീർപ്പിച്ച കുമിളയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അത് വെറും സോപ്പ് കുമിളയാണെന്ന് നവംബർ 7-ാം തീയതി മനസ്സിലാകുമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തെ അനുകൂലിക്കുന്നവരും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണ് ഈ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. അതിൽ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി വാദിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് അനുകൂലമായി നമ്മുടെ സംസ്ഥാനത്തുടനീളം അനുകൂലമായ കാറ്റാണ് വീശുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വർഗീയത ഏതിനെയും, അത് ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും, ന്യൂനപക്ഷത്തിൻ്റെ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ വർഗീയതയാണെങ്കിലും, വർഗീയത എന്നത് അതിൻ്റെ ഉടമസ്ഥരാരാണെങ്കിലും അതിനെ എതിർക്കുന്നവരാണ്. അത് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മൂന്നാം മുന്നണി എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമങ്ങളുടെ ഊതിപ്പെരുപ്പിച്ച ഒരു ബലൂണാണ്. അതല്ലാതെ അതിപ്പോൾ ഈ നവംബർ 7-ാം തീയതി കഴിയുമ്പോൾ അതൊരു സോപ്പ് കുമിളയാണ് എന്നെല്ലാവർക്കും മനസ്സിലാവും. UDF സർക്കാരിൻ്റെ വിലയിരുത്തൽ ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ വിധിയെഴുതും. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ വിധി എഴുതിയിട്ട് ആ സർക്കാരിനെതിരായിരിക്കും ജനവിധി എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. അരുവിക്കരയിൽ ജയിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ ജയിക്കണമെന്നില്ല. നവംബർ 7-ാം തീയതി കഴിയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ബോധ്യപ്പെടും അരുവിക്കരയല്ല കേരളം എന്ന്. അതിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അതേപോലെ തന്നെ അയ്യങ്കാളിയും ഒക്കെ നൽകിയ സേവനങ്ങൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ബഹുമാനിക്കുന്നവരാണ്. അവരുടെ പാത പിന്തുടർന്നാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെയാണ് 57-ൽ ആദ്യമായി ഇവിടെ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് SNDP എതിർത്തതുകൊണ്ട് പ്രശ്നമായി എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. SNDPയുടെ നേതൃത്വം കോൺഗ്രസിൽ നിന്ന് അവരുടെ വിധേയത്വം BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഞങ്ങൾ എന്തിനാ അത്ഭുതപ്പെടണം? അരുവിക്കരയല്ല കേരളമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. UDF സർക്കാർ ജനങ്ങൾക്ക് ചെയ്ത നല്ല കാര്യങ്ങളുടെ വിലയിരുത്തലാകും ജനവിധിയെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ അഭിപ്രായത്തിൽ UDF സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനം വിധിയെഴുതുമെന്നും സർക്കാരിനെതിരെ ജനവിധി ഉണ്ടാവുമെന്നും കാനം കൂട്ടിച്ചേർത്തു. ലീഗിന് നിലവിൽ മതേതര സ്വഭാവമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അധികാര വികേന്ദ്രീകരണത്തെ അനുകൂലിക്കുന്നവരും അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നവരും തമ്മിലുള്ള മത്സരമാണ് തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തെ അനുകൂലിക്കുന്ന ഇടതുപക്ഷത്തിനൊപ്പം ജനം നിൽക്കുമെന്നും തങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ടെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു.